തിരക്കായിരിക്കും അല്ലേ? എടാ അല്ല, മമ്മി ഇന്ന് സേവിക സംഘത്തിന്റെ മീറ്റിംഗിന് പോയിരിക്കുക. എടാ അവളിപ്പോ ഇവിടെ സേവിക സംഘത്തിന്റെ സെക്രട്ടറി ഒക്കെയാ, വളരെ ബിസിയാ. പിന്നെ മോനെ ഞാനിപ്പം വിളിച്ചതേ, നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു ഫാമിലി ഓക്ലൻഡിലോട്ട് വന്നിട്ടുണ്ട്. അവരിപ്പം വന്നിട്ട് 2 മാസമായി. എടാ നീ അവരെ അറിയും, നമ്മുടെ പള്ളിയുടെ താഴെ താമസിക്കുന്ന ശബലച്ചായൻ. നീ ഓർക്കുന്നില്ലേ? ആ അച്ചായന്റെ മോളും ഫാമിലിയുമാണ്. ഞാൻ നമ്പർ തരാം. ഞാൻ ഒരു മിനിറ്റ് ഞാൻ എഴുതിക്കോട്ടെ. നീ വിളിക്കുന്ന അവർക്ക് വളരെ സന്തോഷമായിരിക്കും. ഞാൻ വിളിക്കാം. പിന്നെ പുള്ളിക്കാരൻ ഇവിടെ റബ്ബർ കച്ചവടമോ മറ്റോ ആയിരുന്നു. എന്നാലും കുഴപ്പമില്ല, നീ ഒന്ന് വിളിക്കണം. വിളിക്കാം. അന്ന് നമ്പർ എഴുതിക്കോ. 83 59 72. എഴുതി. പുള്ളിക്കാരിയുടെ പേര് സൂസി. നിനക്കറിയാമല്ലോ. എന്നാ ഞാൻ വെക്കട്ടെ മോനെ, പറമ്പിലൊക്കെ ഒത്തിരി ജോലിക്കാരുണ്ട്. ഓക്കെ, മമ്മിയോട് കൂടെ പറഞ്ഞേരെ. ഓക്കെ, ശരി. ബൈ ബൈ. ശീല പപ്പ വിളിച്ചത് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു ഫാമിലി സൂസി മാമ അറിയോന്ന് അറിയത്തില്ല. അവര് വന്ന് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അവരെ ഒന്ന് വിളിച്ചേക്കാം. ഹലോ, സൂസി മാമ ഉണ്ടോ? ഞാൻ ജോസഫ്, അറിയോ? സുഖമായിട്ടിരിക്കുന്നു. അവിടെ ഹസ്ബൻഡ് ഉണ്ടോ? ഹലോ ഹലോ, ടോമിയാണ്. ജോസഫ് അല്ലേ? അതെ അതെ, സുസി പറഞ്ഞു. വിശേഷം സുഖമായിട്ടിരിക്കുന്നു. താമസം ഞങ്ങളിവിടെ മൗണ്ട് റോസ്കലില്ല. അതെല്ലേ? ഓക്കെ. പിന്നെ ഈ വീക്കെൻഡ് ഫ്രീ ആണോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചാ. ഞങ്ങള് അങ്ങോട്ടൊരു ട്രിപ്പ് നടത്താമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ വീക്കെൻഡ് ഫ്രീ ആയിരിക്കുമല്ലോ. നിങ്ങളൊരു കാര്യം ചെയ്യും ജോസഫ്. നിങ്ങൾ ശനിയാഴ്ച ഉച്ചക്ക് ഉച്ചകൂട്ടിക്ക് ലഞ്ചിനിക്ക് വാ. അതൊന്നും വേണ്ടെന്നേ, അതൊന്നും വേണ്ട. ഇവിടെ കൂടാം. അതിന്റെ ആവശ്യം ഇല്ലെന്നേ ടോമില്ല. ഞങ്ങളൊരു ചെറിയൊരു കാഷ്വൽ വിസിറ്റ് നടത്തിയിട്ടാണ് പോകാം. ഞങ്ങളിവിടെ 1 റൂമിലാണ് താമസിക്കുന്നത്. എന്താ പേര് പറയുമ്പോ തെറ്റിപ്പോകുന്നു. എന്റെ പേരല്ലേ? പിന്നെ ഞങ്ങള് നിങ്ങൾ ശനിയാഴ്ചക്ക് പറഞ്ഞ കേട്ടോ, ഉച്ചക്ക് ലഞ്ചിന്. അതിന്റെ ആവശ്യമില്ല. അതെല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ ശനിയാഴ്ച ഉച്ചയ്ക്ക് ലഞ്ചിന് വരുന്നു, നമ്മളിവിടെ അടിച്ചു പൊളിക്കുന്നു. ഓക്കെ, എന്നാ ശരി, വെക്കട്ടെ. എന്നാ അങ്ങനെ ആയിക്കോട്ടെ. നമ്മൾ ശനിയാഴ്ച കാണും. ഓക്കെ ഓക്കെ, ബൈ. കേട്ടോ ശീലേ, നമ്മളെ ശനിയാഴ്ച ഊണിന് വിളിച്ചിരുന്നു. പിന്നെ തോമച്ചായന്റെ സംസാരത്തിൽ ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാത്ത പോലെ വല്ലാത്തൊരു സംസാരം. പിന്നെ അങ്ങ് പോയേക്കാം അല്ലേ? പിന്നെ പിപ്പിന്റെ പോയൊന്ന് വിളിക്കാവും. യൂത്ത് മീറ്റിംഗ് കഴിഞ്ഞാണ്. ഞാനൊന്ന് കിടക്കുന്നു. വല്ലാത്തൊരു ശരി. Stand by.